കർത്താവ് ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച യേശുക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഈ ആഴ്ച ആ രക്ഷ ഇന്ന് എൻ്റെ സ്വന്തമാകാൻ ഞാൻ എന്തു ചെയ്യണം? നമ്മൾ കേട്ടുവന്നത് ഫ്രാൻസിയേട്ടാ, സിബിച്ചേട്ടാ, പ്രത്യേകമായിട്ട് നമ്മളിന്ന് കേട്ടപ്പോൾ ഷിബു പറഞ്ഞ് പങ്കുവെച്ച് വന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ വിശ്വാസ പ്രത്യുത്തരം ഈ രക്ഷ ഇന്ന് നമ്മുടെ ജീവിതത്തിന് അനുഭവമാകാൻ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ ഒരു തെറ്റ്, ഒരു വീഴ്ച നമ്മൾ ആരോടാ പറയുന്നത്? നമുക്ക് നല്ല വിശ്വാസമുള്ള ഒരാളോടായിരിക്കും പറയുന്നത്. അയാൾ കേട്ടിട്ട് നമ്മളെ ശിക്ഷിക്കുകയല്ല, തല്ലിക്കൊല്ലുകയല്ല, നമ്മളെ മനസ്സിലാക്കും എന്നൊക്കെ തോന്നുന്ന ആളോടാണ്. യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായി, നമ്മുടെ രക്ഷയ്ക്കായി അവൻ വന്ന് നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു, അവൻ ഇനി ശിക്ഷിക്കില്ല എന്ന നല്ല ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ വിശ്വാസത്തോടെ തെറ്റുകൾ ഏറ്റുപറയാൻ പറ്റൂ. പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ആഴം അത് കുമ്പസാരക്കൂടാണ്. നമ്മൾ ഫ്രാൻസിയറിനും സിബിച്ചേറിനും ഒക്കെ നമ്മളെല്ലാം ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ അടിസ്ഥാനത്തിൽ വളർന്നു വന്നവരാണല്ലോ. ഞാൻ ആദ്യം സിബിച്ചേറിനോട് ചോദിക്കാൻ പോയത്. സിബിച്ചേറിന് ഇടുക്കി പ്രദേശത്താണ്, കുടുംബമായി ജീവിക്കുന്നു. സിബിച്ചേട്ടൻ പറഞ്ഞു തുടങ്ങുമ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് സ്വയം ഒന്ന് പറയും. സിബിച്ചേട്ടന്റെ ജീവിതത്തിൽ ഈ വിശ്വാസ പ്രത്യുത്തരം അല്ലെങ്കിൽ കുമ്പസാരക്കൂട് സിബിച്ചേട്ടനെ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത് എന്നൊന്ന് പറയാമോ? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് ഈ ഉത്തരത്തിലേക്ക് പോവാം. എൻ്റെ വീട്ടില് ജീവിത പങ്കാളിയും 3 കുഞ്ഞുങ്ങളുമാണുള്ളത്. ഞാനൊരു കൃഷിക്കാരനാണ്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ അനുഭവം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ കടന്നു ചെന്ന ഒരു ദിവസം അദ്ദേഹം വളരെ ഭാരപ്പെട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, മാസങ്ങളായിട്ട് ഉറക്കം ഇല്ലാതെ വളരെയേറെ വേദനിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഞങ്ങൾ രണ്ടും കൂടെ എൻ്റെ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ പ്രേരണ നൽകിയപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ആ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ഈശോ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി എന്ന് ഒന്ന് നോക്കേ. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, 3 മാസത്തോളമായി ഞാൻ കുമ്പസാരിച്ചിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ 3 മാസമായിട്ട് അദ്ദേഹം ഉറങ്ങിയിട്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാവങ്ങളാണ്, എങ്കിലും ആ പാവം അദ്ദേഹത്തിന്റെ ശാരീരികമായ ദൈവം നൽകിയ ആ കഴിവുകളെ തടസ്സപ്പെടുത്താൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ഒരു അസ്വസ്ഥത. 3 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിലേക്ക് കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അപ്പൊ ഈശോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓർമ്മയിലേക്ക് വന്ന്, ഏറ്റവും അടുക്കൽ നീ പോയി നിന്റെ പാവങ്ങൾ പറഞ്ഞ് അനുദപിച്ച് കുമ്പസാരിക്കാൻ. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ഇടവക ദേവാലയത്തിൽ ചെന്ന് വികാരിയസിന്റെ അടുത്ത് കുമ്പസാരിച്ചു. അതിനടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ രാത്രി കിടന്നത് ഓർത്തുള്ളൂ, പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് പോകാനുള്ള സമയം ആണ് ഓർമ്മയിലേക്ക് വന്നത്. അന്ന് രാത്രി മുതൽ അദ്ദേഹം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. അതാണ് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വിശുദ്ധ കുമ്പസാരത്തെ കുറിച്ചുള്ള വലിയൊരു അനുഭവം. ക്രൈസ്തവം. ഓക്കെ, താങ്ക് യു ശ്രീചേട്ടൻ. ശ്രീചേട്ടൻ പറഞ്ഞു വന്നത് തൻ്റെ സുഹൃത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവത്തെ കുറിച്ചാണ്. കുമ്പസാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ശക്തിയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് 1 മാസമായിട്ടുണ്ടാവില്ല, ഞാനും ജനിയും ഷുബു ഞങ്ങളെല്ലാവരും കൂടെ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഡാനിയൽ അച്ഛൻ്റെ അടുത്ത് ധ്യാനത്തിന് പോയി. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് കിട്ടിയ മെസ്സേജൊക്കെ അനുസരിച്ച് ഒരുങ്ങി വരണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എല്ലാ ആഴ്ചയും നമ്മൾ കുമ്പസാരിക്കുന്നതാണ്. അതിന് പോകുന്നതിന് മുമ്പ് കുറച്ചും കൂടെ ഒരുക്കത്തോടെ നന്നായി കണ്ടെത്തി ഒന്ന് കുമ്പസാരിച്ചിട്ടാണ് ധ്യാനത്തിന് പോകുന്നത്. അപ്പോൾ ധ്യാനത്തിനെത്തി ഒരു 2 ദിവസം മുമ്പ് ഇവിടുന്ന് കുമ്പസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുമ്പസാരത്തിന്റെ ഒരുക്കമാണ് ആദ്യം തുടങ്ങുന്നത്. ആ ദിവസങ്ങളിലൂടെ എല്ലാം കുമ്പസാരത്തിന്റെ ഒരുക്കം കടന്നു പോവുകയാണ്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു, നന്നായി ഒരുങ്ങി കുമ്പസാരിച്ച് വന്നാൽ അധികം ഒന്നും കണ്ടെത്താനൊന്നും ഇല്ല, ഈ പറയുന്ന പോലെ അധികം കാണില്ല എന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ ഞാൻ കണ്ടെത്തി ഒരുങ്ങി വന്നപ്പോ ഒരു 10-250 ജീവിതത്തിന്റെ കുറവുകൾ, ബലഹീനതകൾ, പാപങ്ങൾ കണ്ടെത്താനായിട്ട് ദൈവം സഹായിച്ചു. അത് അങ്ങനെ പോയി കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോ ദൈവം വലിയൊരു അനുഗ്രഹം, സ്വാതന്ത്ര്യമൊക്കെ തന്ന അനുഭവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമായിരിക്കും. ഞാൻ ഫ്രാൻസിസ് ചേട്ടനിലേക്ക് പോവുകയാണ്. ഫ്രാൻസിസ് ചേട്ടനും കുടുംബമായി ജീവിക്കുന്നു, നല്ല കർഷകനാണ്, ഒരുപാട് സമയം സുവിശേഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഫ്രാൻസിസ് ചേട്ടൻ പറയുമ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വാക്കിൽ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഒന്ന് പോകണം. ഫ്രാൻസിസ് ചേട്ടൻ്റെ ജീവിതത്തിൽ കുമ്പസാരം എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ഫ്രാൻസിസ് ചേട്ടൻ്റെ ജീവിതത്തെ സഹായിച്ചിട്ടുള്ളത്? ഈശ്വമിശിഹായ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ വീട്ടില് എൻ്റെ അമ്മ, ജീവിത പങ്കാളി, എനിക്ക് 3 മക്കള് ആണുള്ളത്. വ്യക്തിപരമായി ഞാൻ ഓർക്കുകയാണ്, ഞാൻ 1986-ലാണ് നവീകരണ ധ്യാനത്തിലേക്ക് വരുന്നത്. ആ ആദ്യ ധ്യാനത്തിന് ശേഷം ഞാൻ
അതിനു മുമ്പ് ഞാൻ പള്ളിയോട് വളരെ അടുത്ത് വിശുദ്ധമായി ഒക്കെ ജീവിക്കുന്നു എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. റോൾട്ടർ ബോയ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ എനിക്ക് ചില പാവങ്ങൾ, ഞങ്ങളുടെ വികാരിയച്ഛന്റെ അടുത്ത് കുമ്പസാരിക്കുവാൻ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഒരു ലജ്ജയുണ്ടായിരുന്നു. ചില പാവങ്ങളൊക്കെ ഞാൻ പറയില്ലായിരുന്നു. നല്ല വിശുദ്ധ പാവങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളതൊക്കെ ഇങ്ങനെ ഈശോയോട് നേരിട്ട് കമ്പിയടിക്കാം എന്നൊക്കെ വിചാരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ ഈ ധ്യാനത്തില് എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല കുമ്പസാരിക്കേണ്ടത്. വളരെ എല്ലാ പാവങ്ങളും ക്രമമായി ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായപ്പോൾ ഞാൻ ആ ധ്യാനത്തിന്റെ കുമ്പസാരത്തിന്റെ ദിവസത്തിന് കുമ്പസാരിക്കാനായി ചെല്ലുകയാണ്. ഏതായാലും കൃത്യമായി എന്നെ ആ വോളണ്ടിയർ കുമ്പസാരിക്കാനായി വിട്ടത് വികാരിയച്ഛന്റെ അടുത്തേക്ക് തന്നെ ആയിരുന്നു. എന്നാൽ എനിക്ക് ആ നിമിഷത്തിൽ എനിക്കൊരു ലജ്ജയോ ഭയമോ ഒന്നും തോന്നിയില്ല. പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തമായ ഒരു അഭിഷേകം എന്നെ നയിച്ചു. ഞാൻ എഴുതിയെടുത്ത ലിസ്റ്റ് പ്രകാരമുള്ള എന്റെ പാവങ്ങളെല്ലാം കൃത്യമായി അച്ഛനോട് പങ്കുവയ്ക്കുവാനും കുമ്പസാരിക്കുവാനും സാധിച്ചു. ഇത് എനിക്കൊരു വലിയ വിടുതലിന്റെ ഒരു ശുശ്രൂഷയായിരുന്നു. കാരണം പിന്നീട് എനിക്ക് എന്റെ ജീവിതത്തിൽ ധാരാളം വൈദികർ സുഹൃത്തുക്കൾ, എന്റെ ഒപ്പം പഠിച്ചവര്, അവരുടെയൊക്കെ അടുത്ത് പോയി കുമ്പസാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല. എന്ത് പാവാവസ്ഥയാണെങ്കിലും അവരോട് പങ്കുവയ്ക്കുവാൻ. കാരണം ആ വൈദികന്റെ സ്ഥാനത്ത് യേശുവിനെ കാണുവാനും എല്ലാം ഏറ്റുപറയുവാനും ഉള്ള ഒരവസ്ഥയിലേക്ക് വളരുവാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ഷിജേട്ടാ. ഓക്കെ, ഫ്രാൻസിയേട്ടൻ പറഞ്ഞത് വളരെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ്. നമ്മുടെ വികാരിച്ചനോ അടുത്ത് പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കുമ്പസാരിക്കാതിരിക്കുക, വേറെ ആരെങ്കിലും അടുത്ത് പോവുക. എൻ്റെ ജീവിതത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു ഇപ്പോഴും, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒറ്റ ദിവസം കൂടി കുമ്പസാരിച്ച് ഫ്രാൻസിയേട്ടനെ പറഞ്ഞു വന്നപ്പോഴും പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അപ്പം ഞാൻ പോയി കുമ്പസാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ കുമ്പസാരിക്കാനായിട്ട് പോകുന്നത്, കാഞ്ഞങ്ങാട് ടൗണിൽ. ഇന്ന് ഞാൻ അങ്കമാലിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ കുമ്പസാരിക്കണം. അപ്പം ഞാൻ അങ്ങനെ ചെന്ന് അച്ഛനെ വിളിച്ചെഴുന്നേപ്പിച്ച് ഞാൻ കുമ്പസാരിക്കുകയാണ്. അന്ന് കിട്ടിയൊരു സ്വാതന്ത്ര്യം, അന്ന് കിട്ടിയൊരു വിമോചനം, എൻ്റെ ചില ബലഹീനതകളിൽ നിന്ന്, ചില തഴക്കദോഷങ്ങളിൽ നിന്ന്, ചില പ്രതിസന്ധികളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അപ്പൊ നന്നായി ഒരുങ്ങി, നന്നായി കണ്ടെത്തി നാം നമ്മുടെ ജീവിതത്തിന്റെ വീഴ്ചകൾ, പാപങ്ങൾ കൃത്യമായി കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഖ്യത്തിന് അനുഭവം ഉണ്ടാകുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാകാം. ഞാൻ സിബിചേട്ടനിലേക്ക് ഒന്ന് തിരിച്ചു വരികയാണ്. സിബിചേട്ടാ, യഥാർത്ഥത്തിൽ ഈ പാപം മോചിക്കപ്പെടുമ്പോൾ അത് ശാരീരികമായി, മാനസികമായി, ആത്മീയ മേഖലയിലൊക്കെ സൗഖ്യം തരുന്നു എന്ന് നമുക്കറിയാം. യേശുക്രിസ്തു പലരെയും സുഖപ്പെടുത്തിയത് അവരെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ടാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ എഴുന്നേറ്റ് പോ എന്നാണ് പറഞ്ഞത്. അപ്പം ഈ പാപമോചനം ശാരീരികമായി, നമ്മുടെ മാനസികമായി, നമ്മുടെ വൈകാരികമായ തലങ്ങളിലൊക്കെ സുഖപ്പെടുത്തുമെന്ന് സഭ പഠിപ്പിക്കുന്നു, വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സിബിചേട്ടന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, സിബിചേട്ടന്റെയോ സിബിചേട്ടന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും ഒക്കെയോ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം, ഒരു സൗഖ്യത്തിന്റെ അനുഭവം പങ്കുവെക്കാനായിട്ടുണ്ടോ? നേരത്തെ ഒരെണ്ണം പറഞ്ഞു എങ്കിൽ വീണ്ടും ഏതെങ്കിലും ഒന്ന്, മനസ്സിന്റെ തലങ്ങളിലോ വൈകാരികമായിട്ടോ ശാരീരികമായിട്ടോ. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ അടുത്ത നാളില് ഒരു ധ്യാനം കൂടി, അത് പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്. ആ ധ്യാനത്തില് ആരാധനയുടെ സമയത്ത്, കുമ്പസാരത്തെ കുറിച്ച് ഒരുക്കിയ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ പറഞ്ഞു, നീ ഒത്തിരി പേരോട് ക്ഷമിക്കാനുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ആത്മീയ മേഖലയിൽ ഞാനിങ്ങനെ ഓർത്തു നോക്കി ആരോടൊക്കെയാണ്. അപ്പോൾ ഒരുപാട് മനുഷ്യരെ ഇങ്ങനെ പേര് ഈശോ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ കുറിച്ച് വെച്ചു. ഒരു കാരണമില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കിയ അയൽവാസികളുണ്ട്, അവരുടെ പേര് ഞാൻ കുറിച്ച് വെച്ചു. ഞാൻ നോക്കിയപ്പോൾ 10-15 പേരുടെ പേര് ഈശോ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോ പറയുകയാണ്, നീ അവരോട് ക്ഷമിച്ച് അവരുടെ കാലിൽ വീണ് പ്രാർത്ഥിക്കുന്നതായിട്ട് മനസ്സിൽ കണ്ട് ഹൃദയത്തിൽ അവരോട് രമ്യതപ്പെടാൻ പറയുകയാണ്. മനുഷ്യനോട് രമ്യതപ്പെടാതെ ദൈവത്തോട് രമ്യതപ്പെടാൻ പറ്റില്ല. പെട്ടെന്ന് ആരാധനയുടെ സമയത്ത് ഞാൻ എങ്ങനെ കുമ്പസാരത്തിന് ഒരുക്കമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവർ ഹൃദയത്തിൽ ക്ഷമ കൊടുത്തു. അവരോട് ഞാൻ ഹൃദയം കൊണ്ട് ക്ഷമ ചോദിച്ചു. അതിനുശേഷം കുമ്പസാരിച്ചതിന് ശേഷം ദിവ്യകാരുണ്യ സന്നിധി വന്നിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് എനിക്ക് ഈശോയെ കാണാൻ പറ്റി, മാതാവിനെ കാണാൻ പറ്റി. സ്വർഗീയ ദർശനങ്ങൾ, അതുവരെ ഈ അടുത്ത നാളിലൊന്നും ദർശനം അങ്ങോട്ട് നന്നായിട്ട് കാണാൻ പറ്റില്ല, ചില അനുഭവങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ കൺമുമ്പിൽ ഈശോയെ കാണാൻ തക്കവിധം കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴും അനേകം സ്വർഗീയ ദർശനങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ധാരാളം എനിക്ക് കാണാൻ പറ്റി. അത് ഹൃദയത്തിൽ
ക്ഷമിച്ച് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ സെക്കൻഡിലാണ് എനിക്ക് ആന്തരിക പ്രചോദനം, പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ അനുഭവമുണ്ട്. ഞാനും കുമ്പസാരത്തിൽ പലപ്പോഴും ഇങ്ങനെ ഒക്കെ വരുമ്പോൾ നമ്മളോട് ദേഷ്യമുള്ളവര്, നമുക്ക് ദേഷ്യമുള്ളവര്, ഇതിലെല്ലാവരെയും കണ്ടെത്തി ക്ഷമിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം. ധാരാളം ധ്യാനം ചെയ്യാനായിട്ട് ഞാൻ ഇടവകളിലും യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ പോയപ്പോൾ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ഷമിച്ച് എല്ലാവരോടും ക്ഷമ കൊടുത്ത് അനുരഞ്ജനപ്പെടുന്ന ആ ഒരു നമ്മൾ പറയുന്ന അനുരഞ്ജനത്തിന്റെ ഇടമാണെന്നാണല്ലോ കുമ്പസാരക്കൂട്. അതിലേക്ക് മനുഷ്യരിങ്ങനെ വളരുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെ പാറി പറന്ന് പോകുന്ന നടക്കുന്ന അനുഭവം പല ധ്യാനത്തിലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുമുണ്ട്. ഞാൻ ഫ്രാൻസിയേട്ടനിലേക്ക് ഒന്ന് വരികയാണ്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഫ്രാൻസിയേട്ടനോ കുടുംബത്തിലുള്ളവർക്കോ പ്രിയപ്പെട്ടവർക്കോ ഒക്കെ ഒരു സൗഖ്യത്തിന്റെ, ഇപ്പൊ നേരത്തെ ശുഭ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു നിരന്തരം അടുത്തടുത്തുള്ള കുമ്പസാരം ആശുപത്രി പോകാനായിട്ട് ഇടയാക്കിയിട്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇപ്പൊ ഞാനും ഭാര്യയും മക്കളും എല്ലാവരും കൂടെ 6 മക്കളാണുള്ളത്. അതിൽ 5 പേരും ആതിർവാണം സ്വീകരിച്ചവരാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ച് എല്ലാ ആഴ്ചയും പോയി ഒരുങ്ങി കുമ്പസാരിക്കുന്നതിലൂടെ വീടിനുള്ള ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരു സ്വസ്ഥതയൊക്കെ എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ പലർക്കും ഉണ്ടാകുമായിരിക്കും. ഈ ദൈവം ഈ കുമ്പസാരക്കൂടിൽ വഴി, കുമ്പസാരക്കൂട് ഹോസ്പിറ്റലാണെന്നാണ് പറയുന്നത്, സുഖപ്പെടുത്തുന്ന ഇടമാണെന്നാണ്. ഫ്രാൻസിയറിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ പ്രിയപ്പെട്ട നമുക്കൊക്കെ അത് സഹായമാകുമല്ലോ, അങ്ങനത്തെ ഒരു അനുഭവം പങ്കുവച്ചാൽ? തീർച്ചയായും ശുചിട്ട പങ്കുവയ്ക്കാം. ഞാൻ ഓർക്കുന്നത് ഒരു 20 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠന് പ്രഷർ വളരെ ലോ ആയി. ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞ് ഞങ്ങളങ്ങനെ കാരിത്താസ് ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കിഡ്നി 2 ഫെയിലറാണ്, പാൻക്രിയാസിന് പ്രശ്നമുണ്ട്, ആളിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനെ ഒരു സ്കാനിങ്ങിന് വേണ്ടി സ്ട്രെച്ചറിൽ കൊണ്ടുപോകുമ്പോൾ ഈ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വ്യക്തികൾ പരസ്പരം സ്ട്രെച്ചർ ഉന്തിക്കൊണ്ട് പോയിരുന്ന അവര് പറഞ്ഞു, ഈ മനുഷ്യന്റെ കാര്യം പോക്കാണ്, ഇവൻ ഇന്ന് നേരം വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ല, അത്രമാത്രം സീരിയസ് ആണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടന്റെ ആ അനുഭവം ചേട്ടനെ പെട്ടെന്ന് താൻ മരിച്ചു പോകുന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വന്നപ്പോൾ ചേട്ടൻ സ്കാനിങ് കഴിഞ്ഞ് തിരിച്ച് ICUയിലേക്ക് വന്നപ്പോൾ ചേട്ടന് എന്നെ വിളിച്ചു, സിസ്റ്റേഴ്സുമായി നിർബന്ധിച്ച് വഴക്കുണ്ടാക്കി എന്നെ വിളിപ്പിച്ച് അവരോട് പറഞ്ഞു, ചേട്ടൻ എന്നോട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായി കുമ്പസാരിക്കണം, രാത്രി വെളുപ്പിനെ 4:30 സമയമാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ എവിടെയാണ് വൈദികരെ കിട്ടുക, നേരം വെളുക്കട്ടെ ചേട്ടാ, നമുക്ക് എന്നിട്ട് കുമ്പസാരിക്കാം. ഇല്ല, എനിക്കിപ്പോൾ കുമ്പസാരിക്കണം എന്ന് നിർബന്ധമായി പറഞ്ഞു. അടുത്തുള്ള വിയാനി ഹോമില് വൈദികരുണ്ട് കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ബാക്കിലായിട്ട്. അവിടെ ഞാൻ ചെന്ന് അച്ഛൻ രാത്രിയിൽ വെളുപ്പിനെ എഴുന്നേറ്റ് മുറ്റത്തൂടെ നടന്നുകൊണ്ട് ജപമാല ചെല്ലും. ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ സീരിയസ് ആണ്, ആളിങ്ങനെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു വളരെ നിർബന്ധിക്കുന്നുവെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ വരാൻ മോനെ, ഒരു 2 മിനിറ്റ് നീ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അച്ഛനകത്ത് പോയി ലോഹയൊക്കെ ഇട്ട് ഇറങ്ങി വന്ന് ചേട്ടനെ കുമ്പസാരിപ്പിച്ചു. 6 മണിക്ക് കുർബാന ഉണ്ടായിരുന്നു. ചേട്ടൻ വളരെ വിശുദ്ധമായി നീണ്ട ഒരു കുമ്പസാരം ഏതാണ്ട് 1/4 മണിക്കൂർ എടുത്തുള്ള ഒരു കുമ്പസാരം നടത്തി കുർബാന സ്വീകരിച്ചു. ഞങ്ങൾ 7:30 ചേട്ടനെ അവിടെയും പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ലേശ്വർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോകുന്ന വഴിയിലെ ചേട്ടൻ ഏറ്റുമാനൂർ അടുത്തപ്പോൾ പറഞ്ഞു, എനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുന്നു, ഈ ആംബുലൻസ് ഒന്ന് നിർത്താൻ നീ അവരോടൊന്ന് പറയാമോ? എനിക്കറിയാം യൂറിൻ പോയില്ലെന്ന് നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ടല്ലോ, കിഡ്നി 2 ഫെയിലർ ആണെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട്. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, സാരമില്ല, ഞാനൊരു കപ്പ് പിടിക്കാം, ചേട്ടൻ അതിലേക്ക് യൂറിൻ പാസ് ചെയ്തു. പോയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാനും എൻ്റെ മറ്റൊരു സഹോദരനും വണ്ടി ആംബുലൻസിലുണ്ട്. ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാനിതെങ്ങനെ ഈ കപ്പ് അശ്രദ്ധമായി അവിടെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ. കാരണം യൂറിൻ പോകുന്നില്ല എന്നുള്ള എൻ്റെ ഉത്തമ വിശ്വാസം അതിനാണ് എന്നെ പ്രേരിപ്പിച്ചത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വിരൽ നനയുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ നോക്കിയപ്പോൾ കപ്പ് നിറഞ്ഞു, മൂത്രം വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാണുന്നത്. വേഗം ഞാൻ ആ കപ്പ് ആംബുലൻസ് നിർത്തി കപ്പെടുത്ത് കളഞ്ഞു. അങ്ങനെ 2.5 ലിറ്റർ മൂത്രം ആ സമയത്ത് തന്നെ പോയി ലേശ്വർ ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു, കാരിത്താസിൽ നിന്ന് തന്നിരിക്കുന്ന ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് കിഡ്നി 2 ഫെയിലറാണ്, പക്ഷെ ഈ മനുഷ്യന്റെ കിഡ്നിക്കോ പാൻക്രിയാസിനോ ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഏതാണ്ട് 5 ദിവസത്തിനുള്ളിൽ ചേട്ടൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് വന്നു. ആരോഗ്യവാനായി ഇന്നും ജീവിച്ചിരിക്കുന്നു, കിഡ്നിക്കോ പാൻക്രിയാസിനോ യാതൊരു പ്രശ്നവുമില്ലാതെ. ഇത് കർത്താവ് ഈ കുമ്പസാരത്തിലൂടെ കൊടുത്ത ഒരു വലിയ സൗഖ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചോദിച്ചേട്ടാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളില് എങ്ങനെ നമ്മള് ദൈവത്തിന് നന്ദി പറയാൻ നമ്മുടെ ഉള്ളിലൊരു ആവേശം ഉണ്ടാകും. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഓരോ കുമ്പസാരക്കൂടും നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു വില്ലേജ് ഓഫീസാണെന്നാണ് പറയണം. എന്ന് പറഞ്ഞാൽ
കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്ന ഷിജു പാപിയായ ഷിജു ആണ്. ഷിജുവിന്റെ അഡ്രസ്സ് നരകമാണ്. ഹൗസ്, നൈം, വാശി, പിയോ, ദേഷ്യം, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ അവിടെ ചെന്ന് കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ മുഴുവൻ കണക്കും, അതാ പറഞ്ഞ എണ്ണവും തരവും തിരിച്ച് പാവങ്ങളെല്ലാം ക്രമമായി ഓർത്തെടുത്ത് അവയെല്ലാം ഏറ്റുപറയുക. വില്ലേജ് ഓഫീസിൽ പോയി നമ്മുടെ കണക്കൊക്കെ കൊടുക്കണമല്ലോ. ഈ കണക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ദൈവം അതെല്ലാം ക്ഷമിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നയാള് വിശുദ്ധനായ ഷിജു ആണ്. സ്വർഗമാണ് ഹൗസ്, സന്തോഷമാണ്, സമാധാനമാണ്, ആത്മാവിന്റെ ഫലങ്ങളാണ് പിന്നെ ബാക്കിയുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിനം ആർത്തുല്ലസിച്ച് നന്ദി പറയേണ്ടവരാണ്. കാരണം സഭയിലൂടെ ദൈവം നമുക്ക് തന്ന വലിയ ഭാഗ്യമല്ലേ ഈ കുമ്പസാരക്കൂടിലൂടെയുള്ള സൗഖ്യം എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് ഫാദർ ഡാമേന്റെ കാര്യം ഒന്ന് ഓർത്തുപോയി. അദ്ദേഹം കുഷ്ഠരോഗികളുടെ അടുത്ത് പോയി ശുശ്രൂഷ ചെയ്ത് അവസാനം തനിക്ക് കുഷ്ഠമാണെന്ന് തിരിച്ചറിഞ്ഞ് അടുത്ത് കുമ്പസാരിക്കാൻ വൈദികന്റെ അടുത്ത് പോകാൻ പറ്റാഞ്ഞിട്ട് ദൂരെ കടലിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലിന്റെ അകത്തിരുന്ന പുരോഹിതനോട് വളരെ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞ് കുമ്പസാരിക്കുകയാണ്. അപ്പം കുമ്പസാരം ജീവിതത്തിന് വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് വിശുദ്ധർ. സെന്റ് അഗസ്റ്റിന്റെ കുമ്പസാരത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വിശുദ്ധനായ ജോൺ പോൾ പാപ്പ എല്ലാ ആഴ്ചയും എത്രയോ സമയമെടുത്ത് കുമ്പസാരിച്ച്. അപ്പൊ ഈ കുമ്പസാരം വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ അങ്ങ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്രാൻസിയേറിലേക്കും സിബിചേറിലേക്കും ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ്. ഓരോ കാര്യങ്ങൾ കൂടി. നമ്മൾ കുടുംബമായി ജീവിക്കുന്ന ആളുകളാണല്ലോ. സിബിച്ചേട്ടാ, ഈ കുമ്പസാരം വാസ്തവത്തിൽ നമ്മുടെ കുടുംബജീവിതത്തെ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദേഷ്യമുണ്ട്, പ്രയാസങ്ങളുണ്ട്, വൈകാരികമായ മേഖലകളുണ്ട്. ജീവിത പങ്കാളി, മക്കൾ, ഇങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ടവരുമായിട്ട് നമുക്ക് പലപ്പോഴുമുള്ള പ്രയാസങ്ങളുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ പോകുന്ന നമ്മളെ ഈ കുമ്പസാരം ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കുടുംബത്തെ വിശുദ്ധമാക്കാൻ, കുടുംബജീവിതത്തെ കുറച്ചും കൂടെ സുവിശേഷത്തിന്റെ ഭാഗമാക്കാനൊക്കെ ഈ കുമ്പസാരക്കൂടി നമ്മെ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് കുമ്പസാരിക്കാൻ പോവുക. പ്രത്യേകിച്ച് പിന്നെ മോനൊക്കെ കോളേജിൽ നിന്ന് വരുമ്പോഴേ, വീട്ടിൽ എത്തുമ്പോഴേ എന്നോട് പറയും എനിക്കൊന്ന് കുമ്പസാരിക്കണം. കാരണം കോളേജിൽ ഒക്കെ പഠിക്കുന്ന മോന് ആദ്യം വന്നിട്ട് പറയുന്നതാണ്. അതുപോലെ മോളും അങ്ങനെ എന്നോട് ഒന്ന് പറയും, ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പോയി കുമ്പസാരിക്കും. കുമ്പസാരിച്ച് കഴിയുമ്പോഴത്തേക്കും കുടുംബത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഈശോയുടെ വലിയ ഇടപെടൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിലും സാമ്പത്തിക മേഖലയിലും ഭൗതിക മേഖലയിലൊക്കെ വ്യക്തമായിട്ട് ഇടപെടുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ കൂടുതൽ പ്രാർത്ഥിക്കാനും, കുട്ടികളൊക്കെ ആണെങ്കിൽ പറഞ്ഞാലും ബൈബിൾ എടുത്ത് വായിക്കാനും, സ്വന്തമായിട്ട് ജപമാല ചെല്ലാനും, കൊന്തയായിട്ട് നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. കോളേജിൽ നിന്ന് വരുമ്പോൾ അവരുടെ മുഖമൊക്കെ ഒന്ന് വാടി ഒരു ഇരുണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ എല്ലാവരും കൂടെ പോയി കുമ്പസാരിച്ച് കഴിയുമ്പോഴത്തേക്കും വലിയൊരു പ്രകാശം. അവർ തിരിച്ചു പോകുന്നത് നമുക്ക് തന്നെ അറിയാം, നല്ല ആത്മനിറവിലാണ് വരുന്നത്. വാടിയും സങ്കടപ്പെട്ടു, ഒരു അസ്വസ്ഥപ്പെട്ടുമാണ് അവർ വരുന്നത്. വരുമ്പോഴേ പറയാറുള്ളൂ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി കുമ്പസാരിക്കണം. ഇത് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായിട്ട് കാണുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് പാവം ഏറ്റു പറയാനുള്ള വലിയ അവസരം കർത്താവ് ഓരോ മാസവും തേച്ച് തരുന്നുണ്ട്. താങ്ക് യു സുബിചേട്ടാ. ഫ്രാൻസിയുടെ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, നമ്മളെല്ലാം കുടുംബമായി ജീവിക്കുന്നവരാണല്ലോ എല്ലാവരും തന്നെ, ഈ കുമ്പസാരം എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത്? ഞങ്ങളുടെ കുടുംബ ജീവിതത്തില് ഞാൻ ഓർക്കുകയാണ്, ഞാനും ജീവിത പങ്കാളിയും മക്കളും എൻ്റെ അമ്മയും എല്ലാവരും. അമ്മ എഴുതി വെക്കാറില്ല. ഞങ്ങൾ എല്ലാവരും എല്ലാ പ്രാവശ്യവും കുമ്പസാരിക്കുമ്പോഴ് തലേ ദിവസമോ മുതൽ കുമ്പസാരത്തിന് ഒരുങ്ങാൻ ആരംഭിക്കും. ഒരു കുമ്പസാര സഹായത്തോടെ എല്ലാ പാപങ്ങളും ഇങ്ങനെ ധാരാളം സമയമെടുത്ത് ഞങ്ങൾ ചെയ്ത പാപങ്ങൾ എന്നാണെന്ന് കണ്ടെത്തി അത് കൃത്യതയോടെ മനസ്സിലാക്കി അതെല്ലാം എഴുതി വെച്ച് ആ പേപ്പറുമായി കുമ്പസാരക്കൂട്ടിലേക്ക് പോയി കുമ്പസാരിക്കുന്ന രീതിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അത് നിർബന്ധമായി ഞങ്ങൾ അടിക്കടി കുമ്പസാരിക്കാറുണ്ട്. ആ കുമ്പസാരങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ അനുഭവമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ഓർക്കണം, വളരെ ചെറുപ്പത്തിലെ മുതലേ തന്നെ അവര് ദൈവത്തിന്റെ കൃപയാൽ അവരെ കാറ്റീസം പഠിപ്പിക്കാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാനായിരുന്നു അവരെ കാറ്റീസം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരുടെ അല്ല, കുട്ടികളുടെ കാറ്റീസം അധ്യാപകൻ ഞാനായിരുന്നത് കൊണ്ട് അവരെ ആ ചെറിയ കാലങ്ങളിൽ ഈ കുമ്പസാരത്തെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ തന്നെയായിരുന്നു. അത് വളരെ കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി. അവരാ നല്ല നിലയിൽ കുമ്പസാരിക്കുന്നു. അതുകൊണ്ട് എനിക്കറിയാം, പാപം അവരെ എപ്പോഴും പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു വലിയ താല്പര്യവും തീക്ഷ്ണതയും ഒക്കെ അവരിലുണ്ട്. അവർ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞു പാപങ്ങൾ പോലും ഏറ്റുപറയുക. ഇന്നും അങ്ങനെ വളരെ
നല്ല നിലയിൽ കുമ്പസാരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും അങ്ങനെ കുമ്പസാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ കുമ്പസാരം എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തില് വലിയ സമാധാനവും സന്തോഷവും നൽകുന്നത്. അനുദിനമായുള്ള ഞങ്ങളുടെ ദീപബലിയും കുമ്പസാരവും ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആദ്യകാലത്ത് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു ഇറ്റാലിയൻ അച്ഛനാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ അച്ഛനോട് ഈ വിവരം ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിന് നീ വിഷമിക്കണ്ട, മലയാളത്തിൽ നീ പാപങ്ങൾ പറഞ്ഞാൽ മതി, ദൈവമല്ലേ മനസ്സിലാക്കുന്നത്. അങ്ങനെ അച്ഛന് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും അങ്ങനെ കുമ്പസാരിച്ച ഓർമ്മകൾ പോലും ഉണ്ട്. പക്ഷെങ്കിൽ അതെല്ലാം എന്നെ ആത്മീയമായി വലിയ വിടുതലും സൗഖ്യം നൽകിയിട്ടുണ്ട്. ഒരിക്കലും എനിക്കൊരു വ്യക്തിയോട് കടുത്ത ഒരു വൈരാഗ്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാനൊരു സ്ഥാപനം നടത്തുന്നു, അതിന്റെ അടുത്ത് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നവൻ, എന്നെ കുറിച്ച് എല്ലാം അറിയാവുന്നവൻ അവിടെ കൊണ്ടുവന്നൊരു സ്ഥാപനം ഇട്ടപ്പോൾ അതെനിക്കൊരു ക്ഷമിക്കാൻ മേലാത്തൊരു അവസ്ഥയുണ്ടായി. ഞാനത് വൈദികന്റെ അടുത്ത് കുമ്പസാരിച്ചപ്പോൾ വൈദികൻ എന്നോട് പറഞ്ഞു, അവൻ അവന്റെ മക്കളെ വളർത്താൻ വേണ്ടി ചെയ്യുന്നു, നിന്റെ മക്കളെ വളർത്താൻ വേണ്ടി നീ ബിസിനസ് ചെയ്യുന്നു, ദൈവം നിന്റെ മക്കൾക്കുള്ളത് തരും, അവന്റെ മക്കളെ ദൈവം പരിപാലിച്ചോളൂ, നീ അതിൽ വിഷമിക്കണ്ട. അപ്പൊ എനിക്ക് ആ ദിവസങ്ങളിൽ എന്റെ വൈരാഗ്യമൊക്കെ വരാനുണ്ടായ കാരണം എന്റെ ബിസിനസ് വളരെ മോശമായി എന്നുള്ളതായിരുന്നു. എന്നാല് ഈ ഒരു ബോധ്യം എനിക്ക് കിട്ടിയപ്പോൾ ആ വ്യക്തിയോട് ക്ഷമിക്കുവാനും പണ്ടത്തെ പോലെ തന്നെ വളരെ ആത്മാർത്ഥതയോടെ ഇടപെടുവാനും ആരംഭിച്ചപ്പോൾ ആ പ്രദേശത്ത് ഒരു വികസനം ഉണ്ടാകുകയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണ്ടുണ്ടായിരുന്നതിന്റെ ഒരു 10 ഇരട്ടി ബിസിനസ്സിലേക്ക് വർദ്ധിക്കുന്നതുമായ ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെയാണ് കുമ്പസാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. സമയപരിമിതി മൂലം ഞാൻ നിർത്തുകയാണ് ശ്രമിച്ചേട്ടാ. ഓക്കെ, താങ്ക് യു. ഫ്രാൻസിയേട്ടനും സിവിചേട്ടനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന ഈ മഹത്തായ ഭാഗ്യം, ഈ കുമ്പസാരക്കൂടോളം വലിയ ഒരു അനുഗ്രഹം ദൈവം എന്ത് തരാനാണ് നമുക്ക്? കുമ്പസാരവും വിശുദ്ധ കുർബാനയും. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തെ സുഖപ്പെടുത്തും, നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും, നമ്മുടെ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കും, നമ്മുടെ ജീവിതത്തെ ശുഭവസ്ത്രം പോലെ വെണ്മയുള്ളതാക്കും. ഈ ആഴ്ച മാത്രമല്ല, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ കൃത്യതയോടെ, പാപബോധത്തോടെ, പശ്ചാത്താപത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന കരുണ നിറഞ്ഞവൻ കുമ്പസാരക്കൂടിലുണ്ട്. ആ കുമ്പസാരക്കൂടിലേക്ക് നമുക്ക് യാത്രയാകാം. ആമേൻ.